എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മുൻവർഷ LDC ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. മാത്സ് ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. കുളച്ചൽ യുദ്ധം നടന്നത് 1748 2. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. 3. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. 4. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അമരാവതി. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? 1. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. 2. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 3. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. 4. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് K. രാജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന 1. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസ്താവന 2. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, തീവ്ര ഉപജീവന കൃഷി. അടുത്ത ചോദ്യം നോക്കാം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മസ്കറിൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, CS മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 2. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. 3. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. 4. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1950. WTO നിലവിൽ വന്ന വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1995. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? 1. ഗൾഫ് യുദ്ധം. 2. വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്. 3. ഉയർന്ന ഫിസ്ക്കൽ കമ്മി. 4. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ?
ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നിർമ്മല സീതാരാമൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. 2. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. 3. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 2. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 3. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 2. അടുത്ത ചോദ്യം നോക്കാം. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. 2. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. 3. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. 2. ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 3. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. 2. മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ. 3. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 2 and 3. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? 1. ഏക പൗരത്വ നിയമം. 2. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 3. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 2. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2. ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 3. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 and 3. കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 2. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. 3. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1. വിദേശകാര്യം. 2. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. 3. കൃഷി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1 and 2. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. 2. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. 3. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദ അബവ്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 73-ാം ഭേദഗതിയെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. 2. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. 3. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 2 and 3. അടുത്ത ചോദ്യം നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. 2. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. 3. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 2. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. എ ഷാജഹാനാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. 3. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 3.
മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 2. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. 3. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാറ്റലിൻ കാരിക്കോ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുനോ ദേശീയോദ്യാനം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ശലഭം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തൈമോസിൻ തൈറോക്സിൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മന്തുരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഫൈലേറിയൻ വിര. എൻസൈമുകളില്ലാത്ത ദഹനരസം. ഉത്തരം ഓപ്ഷൻ ഡി, പിത്തരസം. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2 മാത്രം, മീറ്റർ പ്രകാശവർഷം. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമെന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രകാശ പ്രകീർണനം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PSLV C-57. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേരെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, -273 ഡിഗ്രി സെൽഷ്യസ്. S ബ്ലോക്ക്, P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്തു പറയുന്ന പേര്? ഉത്തരം ബി ആണ്, പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർബൺ നാനോ ബഡുകൾ. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉചിതമായത് ചേർത്തെഴുതുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. 1. ഊരാലുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. 2. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. 3. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. 4. ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ശരി. അടുത്ത ചോദ്യം, ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം ശരി. കാസ്ലിംഗ് ആൻഡ് സ്റ്റെയിൽമേറ്റ്. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മുടിയേറ്റ്. കാലക്രമമനുസരിച്ച് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആദ്യം രാജ്യസമാചാരം, പിന്നെ വരുന്നത് പശ്ചിമോദയം, പശ്ചിമ താരക, കേരള മിത്രം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. ചേരും പടി ചേർക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മൈക്രോഫോൺ. PDF-ൻ്റെ പൂർണ്ണ രൂപം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. IT ആക്ട് 2000 പ്രകാരം
അനുവദനീയമല്ലാത്തത് എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സഫാരി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, വോയൂറിസം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 കോടി രൂപ വരെ. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ബി രാമസുബ്രഹ്മണ്യൻ. പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 5. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകളൊന്ന് നോക്കാം. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി ഈവനിങ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സെലക്ട് ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വി വർ ഓൾ വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വി ഷുഡ് ബ്രിങ് എൻ അംബ്രല ഇൻ കേസ് ഓഫ് റെയിൻ. Identify the correct transformation of the following sentence from direct to indirect speech. Direct speech. The teacher said the exam will be held the next week. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. The teacher said that the exam would be held the next week. Which of the following words is a synonym for abundant? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, plentiful. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻറ്റോണിം ഫോർ മൈസർലി? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ജനറസ്. ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസ്കോർഡൻറ്റ്. സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫാമറൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടെമ്പററി. ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫ്ലോറിമാനിയ. ശരിയായ പദം എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉദ്ഘാടനം. ഭാഗികം വിപരീത പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക, പിപാസു. നീഹാരം പര്യായ പദം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മഞ്ഞ്. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. ഏതൊക്കെയാണ് ആ ജോഡികൾ എന്ന് നോക്കാം. ധീരൻ ധീര, ഏകാകി ഏകാകിനി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നടപടിക്രമം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അവൻ പിരിച്ചെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആചാര്യർ.